ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് എൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാ സ്ഥലം എന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. നാട്ടിൻ്റെ ബോർഡിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏത് ട്രെയിനെ പിടിക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6:40 എടുക്കുന്നതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഏതാ വണ്ടി? വേളാങ്കണ്ണി എറണാകുളം ബൈ വീക്ക്ലി എക്സ്പ്രസ് 16362 വേളാങ്കണ്ണി എറണാകുളം ബൈ വീക്ക്ലി എക്സ്പ്രസ്സിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ട്രെയിൻ റെഗുലറൈസ് ചെയ്തപ്പോൾ ഒന്ന് വിചാരിക്കുന്നതാണ് യാത്രയാണെന്ന്. പിന്നങ്ങ് യാത്ര ചെയ്തേക്കാൻ തീരുമാനിച്ചു. ഉള്ളിലേക്ക് പോകാം. അപ്പോൾ സ്റ്റേഷനുള്ളിലോട്ട് കയറി നേരെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. എറണാകുളം വേളാങ്കണ്ണി എൻ്റെ ബോർഡൊക്കെ എഴുതി നല്ല വൃത്തിയായിട്ട് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി സ്റ്റേഷൻ. സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോം, 3 പ്ലാറ്റ്ഫോം ഉണ്ട്. 1, 2, 3 പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ബേ ലൈൻ ഉണ്ട് ഈ മറ്റേ സ്പെഷ്യൽ കോച്ച് കൊണ്ട് നിർത്താൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. എറണാകുളം വേളാങ്കണ്ണി 16362 ആണ് വേളാങ്കണ്ണി എറണാകുളം. വളരെ റെയറായിട്ടാണ് തിരുവനന്തപുരം ഡിവിഷനിൽ ഇങ്ങനത്തെ വൃത്തിയുള്ള ബോർഡൊക്കെ വയ്ക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു സൗകര്യം ഉണ്ടാവും. അപ്പം നമുക്കെന്നാൽ നമ്മുടെ കോച്ചിലേക്ക് പോകാം. നമ്മുടെ കോച്ചിലേക്ക് വന്നാൽ കുറച്ച് നേരമായിട്ട് പറയുന്നു ഏതാണ് നമ്മുടെ കോച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം സംഭവിച്ചു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ RAC ആയിരുന്നു. സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്തത്. RAC 13 ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തപ്പോൾ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കുറേ കാലം 13 താഴോട്ട് അനങ്ങി തന്നില്ല. അതങ്ങനെ നിന്ന് അവസാനം അത് RAC 5 പിന്നെ ഒരാഴ്ച മുമ്പ് അത് കൺഫേം, ഒരാഴ്ചയില്ല, ഒരു 2-3-4 ദിവസം മുമ്പ് എനിക്ക് കൺഫേംഡ് എന്ന് പറഞ്ഞ് രാവിലെ SMS വന്നു. ഈ ഒരു ടിക്കറ്റ് ഇസ് കൺഫേംഡ് എന്ന് പറഞ്ഞ SMS വന്നു. കോച്ച് നമ്പർ, സീറ്റ് നമ്പർ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, സാധാരണഗതി പോലെ. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക്, ഇനി തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ മയിലാടുതുറയിലേക്ക് ജനശതാബ്ദി എക്സ്പ്രസ്സിന് വന്നത്. അപ്പോൾ ഞാനങ്ങനെ മയിലാടുതുറയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ബസ്സിനാണ് വന്നത്. അപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് മയിലാടുതുറയിൽ നിന്ന് നാഗപട്ടണം വന്നിട്ട് നാഗപട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ബസ്സിനാണ്. മൊത്തം 2.5 മണിക്കൂറിന് ദൂരമുള്ളൂ. ഞാനിന്ന് വന്ന ബസ് ശാഖ റൂട്ട് മാറിപ്പോയതുകൊണ്ട്, മീൻസ് അതൊരു ലോങ് റൂട്ട് വഴി വരുന്ന ബസ്സായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം സമയമെടുത്തു. എന്നാലും എനിക്കൊന്ന് മൊത്തം ഒരു 3-3.25 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ആ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു SMS വന്നു. SMS കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതൊരു സർപ്രൈസായിരുന്നു. യു ഹാവ് ബീൻ ഫ്രീലി അപ്ഗ്രേഡഡ് ടു AC. അങ്ങനെ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഈ കോച്ചിലാണ്. B2-ൽ 026119. ഇതാണ് അടുത്ത 600 കിലോമീറ്ററിൽ നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. സീറ്റ് നമ്പർ 55 എൻ്റെ. സൈഡ് ലോവർ ബർത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ അകത്തേക്ക് കയറാം. നമുക്ക് അകത്ത് കയറി സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് സെറ്റിലായിട്ട് ലോക്കോ തന്നെ കാണാൻ പോകാം. കുട്ടി അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു AC യാത്ര ഒത്തുകിട്ടി. ഞാൻ AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനത്തെ യാത്രകൾ ഞാൻ non-AC ബുക്ക് ചെയ്യാറുള്ളൂ. ഇന്നും അതേപോലെ non-AC ആണ് ബുക്ക് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് യാത്രക്കാരൊക്കെ കയറാൻ പോകുന്നുള്ളൂ. സാധാരണ 3rd AC. അപ്പോൾ ഈ ഉള്ള സൈഡ് ലോവർ ബർത്താണ് എൻ്റെ ബർത്ത്. ഇവിടെയുള്ള ഈ സൈഡ് ലോവറാണ് എൻ്റെ ബർത്ത് 55. ഈ ICF AC കോച്ചുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. വണ്ടി വിടുന്നതിന് മുമ്പ് ഒരു AC ഓണാക്കില്ല. കാരണം ബാറ്ററി പവർഡാണല്ലോ AC. അപ്പോൾ ഇപ്പോൾ AC ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ബാറ്ററി ഡ്രെയിനായി പോകും. അവിടെ ഇനി വണ്ടി പുറപ്പെടുന്നവരവർ AC ഓണാക്കില്ല. അത് ഈ ICF AC കോച്ചിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് സ്ലീപ്പർ കോച്ചിലെ പോലെ ജനൽ തുറന്നിട്ട് കാറ്റ് കൊള്ളാനും പറ്റില്ല. എന്നാൽ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പോയി നമ്മുടെ ലോക്കാരെ നോക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ നടന്ന് ഫ്രണ്ടിലെത്തി. നമ്മളിന്ന് കൊണ്ടുപോകാൻ ഇവിടെ നിൽക്കുന്ന എറണാകുളത്തിൻ്റെ ഒരു ചുള്ളനാണ്. എറണാകുളത്തിൻ്റെ WDG 3-13513 ചെക്കിനും കൂടി കാണുകയാണ്. 13513 WDG 3 എറണാകുളം ഷെഡിൻ്റെ. ഇതാണ് ഇന്നത്തെ നമ്മുടെ പവർ. ഞാനൊരു WDM 3D കിട്ടുമെന്ന് ആഗ്രഹിച്ചായിരുന്നു. കാരണം എറണാകുളത്തിന് WDM 3D ഇതുവരെ പാസഞ്ചർ ഡ്യൂട്ടിയിൽ കണ്ടിട്ടില്ല, എല്ലാം ഷണ്ടിങ്ങിലാണ് കണ്ടിട്ടുള്ളത്. അതെല്ലാം കിട്ടുമോ എന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ WDG 3 ആണ്. WDG 3 ആയതുകൊണ്ട് തന്നെ 100 kmph ആണ് മാക്സിമം സ്പീഡ് ലിമിറ്റ്. പിന്നെ നമുക്ക് എവിടെ 100-ന് മേലെ പോകാനില്ലല്ലോ. നമുക്ക് കേരളത്തിനുള്ളിൽ കയറിയാലും നമുക്ക് 100 തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. കുറുവെത്തി. ഇത് ALP എന്ന് തോന്നുന്നു. വാതിൽ ഓർക്കാൻ പറ്റുന്നില്ല, ഡാർക്കാണല്ലോ.
നല്ലോണം ഇരുട്ടായി കഴിഞ്ഞു. എ സി ഓൺ ചെയ്തിട്ടില്ല, ബ്ലോവർ ഓണാന്ന് തോന്നുന്നു. എ സിയിൽ ഒരു മൂളക്കം കേൾക്കാനുണ്ടെങ്കിലും തണുക്കുന്നൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ബ്ലോവർ മാത്രം ഓൺ ചെയ്തിട്ട് പോയിരിക്കുന്നത്. ആദ്യത്തെ ഫാനെല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്, ബ്ലോവർ മാത്രം ഓൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല. നമ്മുടെ സ്റ്റാർട്ടറൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞു. പച്ച കത്തി കിടക്കുന്നുണ്ട്. സ്റ്റാർട്ടറും പച്ച, അഡ്വാൻസ്ഡും പച്ച, മെയിൻ ലൈൻ ഡിപ്പാച്ചറാണ്, എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം 6:36 ആയതേ ഉള്ളൂ. 6:40 നമ്മൾ ഡിപ്പാർട്ട് ചെയ്യുള്ളൂ. വേളാങ്കണ്ണി വളരെ ഫേമസും തിരക്കുള്ളതുമായ ടൂറിസ്റ്റ് സ്റ്റേഷനാണ്. ഒരു പിൽഗ്രിം ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് പിൽഗ്രിംസ് വർഷം വരുന്ന സ്ഥലമാണ്. എന്നാലും ഇങ്ങോട്ട് കാര്യമായിട്ട് ട്രെയിനുകളില്ല. ഇപ്പോൾ എറണാകുളത്തു നിന്ന് ആഴ്ച 2 ദിവസം ഒരു ട്രെയിനുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്പെഷ്യലുണ്ട്. അതല്ലാണ്ട് വേറെ വണ്ടികളൊന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഗാർഡനെ വെച്ചടിച്ചു. വേറെ വണ്ടികളൊന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇത്രയും വലിയ സ്റ്റേഷനൊക്കെ പണിതുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ട്രെയിനുകളൊന്നും ഒരു ആരംഭിച്ചിട്ടില്ല. ഇപ്പം വേളാങ്കണ്ണിയിൽ നിന്ന് സ്റ്റേറ്റ് ക്യാപിറ്റലായ ചെന്നൈയിലേക്ക് ട്രെയിനില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ മയിലാടുതുറൈ പേരളം കാരേക്കാൽ ലൈനിൻ്റെ കമ്മീഷനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ട്രെയിൻ വരുമായിരിക്കും. സമയം കൃത്യം 6:40. വേളാങ്കണ്ണിയിൽ നിന്ന് നീങ്ങിത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വെറും 9 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 9 കിലോമീറ്റർ ഓടി നമ്മൾ നാഗപട്ടണത്ത് എത്തുമ്പോൾ ലോക്കോ റിവേഴ്സ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു 10-15 മിനിറ്റ് നമുക്ക് സമയം പോകും. കാര്യം ലോക്കോ അപ്പുറത്തും ഡിറ്റാച്ച് ചെയ്ത് പിന്നെ ഓടി ഇപ്പുറത്തെ എൻഡിൽ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം പിന്നെ നമുക്ക് യാത്ര തുടരാൻ. നാഗപട്ടണത്ത് വിട്ട് റിവേഴ്സ് ചെയ്യണം. നാഗപട്ടണത്തെ റിവേഴ്സിൽ അവോയ്ഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ് അവിടെ ഒരു കോഡ് ലൈൻ പണിയാത്തെന്ന് അറിയില്ല. കാര്യം ഒരു കോഡ് ലൈൻ പണിത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ട്രെയിനിൽ ഓടിക്കാൻ സൗകര്യവും. അത് ഈ റിവേഴ്സിലൊരു വലിയ തലവേദനയാണ്. അങ്ങനെ വേളാങ്കണ്ണിയോട് നമ്മൾ യാത്ര പറഞ്ഞു. വേളാങ്കണ്ണിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തോടുള്ള യാത്രയാണ്. റൈറ്റ് സൈഡിൽ മൊത്തം ഈ ചെറിയ ഫാമുകളാണ്, മീൻ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. ദൂരെ ലൈറ്റ് കാണുന്നതായിരിക്കും മിക്കവാറും നാഗപട്ടണം. വേറെ ഒന്നും കാണാനില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നാഗപട്ടണം സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. നാഗപട്ടണം സ്റ്റേഷൻ്റെ പകൽ വിഷ്വൽസ് ഇതിനു മുമ്പിലത്തെ എൻ്റെ 1-2 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ദയവായി പഴയ വീഡിയോസ് ചെക്കൗട്ട് ചെയ്യാൻ. നല്ല കുറേ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട് നാഗപട്ടണം സ്റ്റേഷൻ്റെ. ഇവിടെ ഫുഡ് കിട്ടിയാൽ മേടിക്കാമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങായിരുന്നു. അല്ലെങ്കിൽ പിന്നെ തിരുവാറൂർ എത്തുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഫുഡ് മേടിക്കാൻ. നമ്മളിവിടെ കുറച്ച് സമയമുണ്ട്, റിവേഴ്സലുണ്ടല്ലോ. ഫുഡിനാകെ ഒരു വെണ്ടറായിരുന്നു വന്നത്. ഇനി അപ്പുറത്ത് പോയി റിഫ്രഷ്മെൻറ്റ് റൂമുണ്ട്, അവിടെ പോയി ഫുഡ് കിട്ടും. ഒരു വെണ്ടർ വന്നില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് ചപ്പാത്തി മേടിച്ചു. നമ്മളൊരു ചപ്പാത്തി മേടിച്ചു ഇന്ന് രാത്രിക്ക്. നമുക്ക് ചപ്പാത്തി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. നമുക്ക് തൽക്കാലം അപ്പുറത്ത് പോയിട്ട് നമ്മുടെ ലോക്കോ റിവേഴ്സൽ എന്ന് പറയുന്ന നാടകം നമുക്കൊന്ന് കണ്ടേക്കാം. മീൻവെയിൽ അതാ പോകുന്നത് നമ്മുടെ ലോക്കോ റിവേഴ്സലായിട്ട് 13513. ഈ സാധനം ഇനി സ്റ്റേഷന് പുറത്ത് പോയി അവിടെ ഗേറ്റ് തുറന്ന് കിടക്കുക. ആ ഗേറ്റ് അടയ്ക്കണം. ആ ഗേറ്റ് അടഞ്ഞു കഴിഞ്ഞിട്ട് ഈ സാധനം പുറത്ത് പോയി പിന്നെ ഇവൻ തിരിച്ച് വന്ന് വേണം ചാർജ് എടുക്കാൻ. നമ്മുടെ ലോക്കോ തിരിച്ചെത്തി. ചെക്കൻ പുതിയതാണ്. ചെക്കനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ലോക്കോ തിരിച്ചെത്തി. SR എറണാകുളം. അത് കാണുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. നമ്മുടെ എറണാകുളം സ്റ്റേറ്റ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള ഇത്തിരി ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തരുതായിരുന്നു. ലോക്കോ അടുത്തെത്തി. കാണാനുള്ള ആൾക്കാരുടെ എണ്ണം കണ്ടോ? കാണാൻ എന്തോ ഒരു ആൾക്കാരെ കണ്ടോ? നേരത്തെ കാണിച്ച പോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പുതിയ ബിൽഡിങ് കണ്ട് പണിയുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ നാഗപട്ടണമായിരുന്നു സദേൺ ഇന്ത്യ റെയിൽവേയിൽ, അതായത് റെയിൽവേ സൗത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. എന്നാൽ സദേൺ ഇന്ത്യ റെയിൽവേ എന്നല്ലായിരുന്നു തോന്നുന്നു പേര്.
അന്ന് നാഗപട്ടണമായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. നാഗപട്ടണമായിരുന്നു റെയിൽവേയുടെ ഒറിജിനൽ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ നാഗപട്ടണത്തു നിന്ന് അവർ ട്രിച്ചിയിലേക്ക് പോയി. ട്രിച്ചിയിൽ നിന്നാണത് ഇന്നത്തെ ഹെഡ് ക്വാർട്ടേഴ്സായ ചെന്നൈയിലേക്ക് പോയത്. നാഗപട്ടണത്തിന് അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട്. ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് നാഗപട്ടണം. നമ്മുടെ ലോക്കോ കപ്പലിംഗ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഉടനെ പുറപ്പെടും എന്ന് വിചാരിക്കുന്നു. കാര്യം ഇവിടെ മറ്റേ ഫുഡ് കൊണ്ടുവന്ന ആൾ പറഞ്ഞത് 1/2 മണിക്കൂർ എങ്ങനെ വരും കിടക്കുന്നു പറഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും കാണാം. നാഗപട്ടണത്തു നിന്ന് നമ്മൾ പുറപ്പെടുകയായി. നമ്മുടെ റിവേഴ്സിൽ കഴിഞ്ഞ് ജസ്റ്റ് അനങ്ങി തുടങ്ങി. സമയം ഇപ്പോൾ 7:21, 11 മിനിറ്റ് ലേറ്റാണ്. പക്ഷെ അതൊന്നും ലേറ്റ് അല്ല, കാരണം റിവേഴ്സിൽ ആകെ കൊടുത്തിരിക്കുന്നത് 10 മിനിറ്റാണ്. 10 മിനിറ്റ് കൊണ്ട് ലോക്കോ ഷണ്ട് ചെയ്ത് റിവേഴ്സ് ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ലേറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റില്ല. നാഗപട്ടണത്ത് കുറേ ബിൽഡിംഗ് വർക്കുകൾ, ഇവിടെ ഒരു ബിൽഡിംഗ് നടക്കുന്നത് കാണാൻ പറ്റില്ല, നല്ല ഇരുട്ടാണ്. എന്തൊക്കെയോ കുറേ ബിൽഡിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ ഇത് വന്ദേ ഭാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല, അത് വന്ദേ ഭാരത് അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്കീമാണെന്ന് അറിയില്ല. എന്തായാലും കുറേ ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പോയിട്ടൊരു ഏർലി ഡിന്നർ ഫിനിഷ് ചെയ്തേക്കാം. നമുക്ക് ഡിന്നർ ഫിനിഷ് ചെയ്താൽ പ്രോബ്ലി നമുക്ക് തിരുവാരൂരിലോട്ട് അറൈവലും ഡിപ്പാർച്ചറും കൂടി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നോക്കാം എന്തായാലും. ഇതാണ് ഞാൻ മേടിച്ച ഡിന്നർ. പേപ്പർ പാക്കിംഗ് ആണ്, ചപ്പാത്തി കറിയാണ്. നല്ല മിനിമൽ വേസ്റ്റ് വരുള്ളൂ. കാരണം ഇതിനകത്ത് 1, 2, 3 ചപ്പാത്തിയും കറിയാണ്. കറി ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പൊറോട്ടയുടെ ഒക്കെ സാധനം എന്ന് പറയുന്നത് ഒരു ഗ്രേവി മാത്രമാണ്, കഷ്ണങ്ങളൊന്നും കാണാനില്ല, ഗ്രേവി മാത്രമേ ഉള്ളൂ. വെജ് കറി എന്നാണ് പേര്. എന്തായാലും കഴിച്ചേക്കാം. നമ്മൾ ജസ്റ്റ് തിരുവാരൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഏതോ ഒരു ട്രെയിൻ കയറി വരുന്നു, ലൈറ്റ് കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തിരുവാരൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. സമയം 7:43 ആയതേ ഉള്ളൂ. ഇപ്പോൾ 7:50 നമ്മളിവിടുത്തെ അറൈവൽ ടൈമാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 7 മിനിറ്റോളം ബിഫോർ ടൈം തിരുവാരൂരിലേക്ക് എത്തുകയാണ്. ഇവിടെയും ഫുഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേ പ്ലാറ്റ്ഫോമിലാണ് ഒരു ഇതുള്ളത്, എന്താ പറയുക, റിഫ്രഷ്മെൻറ്റ് റൂമുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ ഏതോ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്, 22026 വാപ്പ് 1. ഇതേതാ വണ്ടി എന്നറിയില്ല. മയിലാടുതുറ തിരുവാരൂർ മയിലാടുതുറ എന്ന് തോന്നുന്നു. അപ്പം നമ്മളങ്ങനെ തിരുവാരൂർ എത്തി. തിരുവാരൂരിലെ പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മൾ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു 7 മിനിറ്റോളം ബിഫോർ ടൈമാണ്. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 വേളാങ്കണ്ണി എക്സ്പ്രസ് വന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് കിട്ടും. പക്ഷേ അത് കാണാൻ വയ്യ, കാര്യം 2 വേറെ ട്രെയിൻ നിൽക്കുന്നുണ്ട്, ഒരു MT നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ട്രെയിൻ കാണാൻ പറ്റില്ല. ഈ കിടക്കുന്ന വണ്ടി തിരുവാരൂർ മയിലാടുതുറ എക്സ്പ്രസ് സ്പെഷ്യലാണ്. കാരക്കുടിയിൽ നിന്ന് വന്നിട്ട് പിന്നെ രാത്രി മയിലാടുതുറയ്ക്ക് വന്ന് മയിലാടുതുറ എക്സ്പ്രസ് സ്പെഷ്യൽ. Wish you a happy journey. Thank you. 2245 மறக்காம கால் பண்ணுங்க 9443322450. ഇവിടെയും ഡിന്നർ അവൈലബിൾ ആണ്. നമുക്ക് നാഗപട്ടണത്തു നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. 7:50 ഇവിടെ എത്തും. 8 മണി വരെ ട്രെയിൻ ഇവിടെ കിടക്കും. ഇവിടുന്ന് ഡിന്നർ മേടിക്കാം. സാധാരണ ട്രെയിൻ ബിഫോർ ടൈം എത്തുകയും ചെയ്യും. അപ്പോൾ സമാധാനമായിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് മേടിച്ചാലും മതി. ഇവിടെ ഒരു VRR ഉണ്ട്, ആ VRRൽ നിന്ന് ഭക്ഷണം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവാരൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷനുകൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ഉടനെ തിരുത്തുറപ്പൂണ്ടി എത്തും, അത് ഞാൻ കാണിച്ചു തരാം.
നമ്മളങ്ങനെ തിരുത്തുറൈപ്പൂണ്ടി സ്റ്റേഷനിലേക്ക് എത്തി. ഉറങ്ങിയില്ലായിരുന്നു. പിന്നെ എന്തായാലും ഉണർന്ന് നടക്കുന്ന സ്ഥിതിക്ക് ഇതുകൂടെ കവർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വണ്ടി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതുപോലെ നമ്മുടെ സ്റ്റാർട്ടർ മഞ്ഞാണോ അതായതാണോ എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലാവുന്നില്ല. നമ്മളങ്ങനെ തിരുത്തുറൈപ്പൂണ്ടിലോട്ട് എത്തി. തിരുത്തുറൈപ്പൂണ്ടി അഗസ്ത്യംപള്ളി നമ്മൾ കവർ ചെയ്യാൻ ബാക്കിയുള്ള ഒരു ലൈനാണ്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞയാണ്, അതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തിരുത്തുറൈപ്പൂണ്ടി അഗസ്ത്യംപള്ളി നമുക്കിനി കവർ ചെയ്യാൻ ബാക്കിയുള്ള റൂട്ടാണ്. ബാക്കി സദേൺ റെയിൽവേയിൽ ഒരുവിധം റൂട്ടുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ചാനലിൽ. വെൽക്കം ടു തിരുത്തുറൈപ്പൂണ്ടി. അങ്ങനെ തിരുത്തുറൈപ്പൂണ്ടി സ്റ്റേഷൻ ഒരു ചെറിയ സ്റ്റേഷനാണ്, വളരെ ചെറിയ സ്റ്റേഷനാണ്. ആകെ 2-3 വണ്ടിയേ ഉള്ളൂ ഒരു ദിവസം. എനിക്കൊന്ന് 2 വണ്ടി, അത് എല്ലാ ദിവസവും ഇല്ല. പിന്നെ വീക്കിലി പോകുന്ന കുറേ വണ്ടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയൊക്കെ പോലെ വീക്കിലി പോകുന്ന കുറേ വണ്ടിയുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ. സ്റ്റാർട്ടറൊക്കെ ഓൾറെഡി ക്ലിയറാണ്. സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേരൊന്നും കയറാനില്ല. ആകെ ഒരു 10 പേരോ എല്ലാം കയറുന്ന കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അപ്പുറത്തെ കോച്ചിലൊരു ഫാമിലി കയറുന്നുണ്ട്. അല്ലാണ്ട് കാര്യമായിട്ട് ആരും ഇവിടുന്ന് കയറാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തിരുത്തുറൈപ്പൂണ്ടി നിന്ന് പുറപ്പെട്ടു. ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷനിലും കവർ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകും. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫോൺ കോൾ വന്നു എണീറ്റത് കൊണ്ട്, പിന്നീട് നിർത്താറായതുകൊണ്ട് ഇങ്ങ് വന്നതാണ്. അപ്പോൾ അങ്ങനെ തിരുത്തുറൈപ്പൂണ്ടി കഴിഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോവാണ്. നമുക്കിനി നാളെ നേരം വെളുത്തിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ജസ്റ്റ് നേരം വെളുത്ത് വരുന്നു. നമ്മളിത് എടമൺ സ്റ്റേഷനോട്ട് കയറാൻ വേണ്ടി നിൽക്കുക. 13 കണ്ണറ പാലം ജസ്റ്റ് നേരമായിട്ട് മിസ്സായെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എടമൺ സ്റ്റേഷൻ്റെ ഹോം സിഗ്നലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ക്യാറ്റ് സൈഡിങ് എന്ന് പറയാൻ പറ്റില്ല. ക്യാറ്റ് സൈഡിങ് പോലത്തെ ഒരു സെറ്റപ്പാണ് ആ ലൈൻ പോകുന്നത്, ആ കാട്ടിനകത്തോട്ട് കയറി പോകുന്നത്. ബേസിക്കലി ബ്രേക്കില്ലാണ്ട് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണത്. പക്ഷെ അതൊരു ക്യാറ്റ് സൈഡിങ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിവിടെ ഇങ്ങോട്ടൊക്കെ ലൈൻ ഉണ്ട്. ലൈൻ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൂടെ ലൈൻ എനിക്ക് കാണാം. അപ്പോൾ ലൈൻ അവിടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഇതാണ് എടമൺ സ്റ്റേഷൻ. കണ്ടത് ഇങ്ങനെ ലൈൻ ഉണ്ട്, ഇവിടം വരെ വന്നിട്ടുണ്ട് ലൈൻ. കാണുന്നുണ്ടോ? റെയിൽവേ ലൈൻ അവിടെ കാണാം. നമ്മളിതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഭാഗവതിപുരത്ത് കാണാൻ പറ്റും താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ. അതേപോലെ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ചുരം മൊത്തം കഴിയുന്ന സമയത്ത് ക്യാറ്റ് സൈഡിങ് എന്തിനാന്നുള്ള മനസ്സിലാവുന്നില്ല.
നമ്മുടെ ബാംഗ്ലൂർക്ക് ഒരു ER സ്ലോപ്പ് തന്നെ കാണാൻ പറ്റുണ്ടോന്ന് അറിയില്ല. ERS തന്നെ ലീഡിങ്, ERS തന്നെ ബാംഗ്ലൂർ. കല്ലടയാറാണ് ഈ കിടക്കുന്നത്. നമ്മളിനി വീണ്ടും കൊല്ലം കണ്ട് ഒന്നും കൂടെ കല്ലടയാറിനെ പാസ് ചെയ്യും. ഇതിപ്പോൾ പുനലൂരിനടുത്തുള്ള കല്ലടയാറ്. അങ്ങനെ നമ്മൾ പുനലൂർ സ്റ്റേഷനിലേക്ക് കയറി. പുനലൂർ സ്റ്റേഷൻ ഏറെക്കുറെ കാലിയായിട്ട് കിടക്കുകയാണ്. കാര്യം വേറെ വണ്ടികളൊന്നുമില്ല. അവിടെ സൈഡിങ് ലൈനിൽ 2 ലോക്കോസ് കാണാം, 2 EMTs കാണാം. അത് രണ്ടും മിക്കവാറും ബാങ്കേഴ്സായിട്ട് വന്നവരായിരിക്കും.
അതായത് നമ്മുടെ ചെന്നൈ കൊല്ലത്തിനും അതുപോലെ മധുരൈ ഗുരുവായൂരിനും. 40175 40133 WDP4D. അപ്പം അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി തിരിച്ച് മെയിൻ ലൈനിൽ എത്തിയിരിക്കുകയാണ്, പുനലൂർ എത്തിയിരിക്കുകയാണ്. മിക്കവാറും ഇതായിരിക്കും നമ്മൾ ഈ ചുരം വഴി ഡീസൽ ട്രാക്ഷനിലെ അവസാനത്തെ യാത്ര മിക്കവാറും ഇതായിരിക്കും. കാര്യം വർക്കിൻ്റെ പ്രോഗ്രസ് കണ്ടിട്ട് നമ്മൾ ഇനി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും മിക്കവാറും ഇവിടെ ഇലക്ട്രിക് ലോക്കോസ് ഓടി തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ താഴോട്ട് വർക്ക് ചെയ്തതും ഒരു എറണാകുളം മാൽക്കോ തന്നെയായിരുന്നു, ബാങ്കർ. അതവിടെ കാണാം. അത് റിമൂവ് ചെയ്ത് ഈ ലൈനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏതാ ലോക്കോ എന്ന് കാണാമായിരുന്നു. ഇതാണ് പുനലൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. കുറച്ച് പേര് യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ. ഞാൻ ടൈം നോക്കിയില്ല, സമയത്താണോ ലേറ്റ് ആണോ എന്ന് ഞാൻ നോക്കിയില്ല. എന്തായാലും താഴെ ഞാൻ കമൻ്റായിട്ട് എഴുതാം. അങ്ങേറ്റത്തെ സ്റ്റാർട്ടർ അറിയിക്കുന്നുണ്ടോ? ഇപ്പോൾ പുനലൂർ സ്റ്റേഷനിൽ ഷണ്ട് സിഗ്നൽസ് ഇല്ലയെന്ന് തോന്നുന്നു. സ്റ്റാർട്ടേഴ്സ് മീൻസ് മെയിൻ സിഗ്നൽസ് തന്നെയാണ് ഉപയോഗിക്കുന്ന ഒരു ലോക്കോ മൂവ്മെൻറ്റ്സിന്. അത് നമ്മുടെ ബാങ്കർ ലോക്കോന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് ആ സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാങ്ക് ചെയ്ത ലോക്കോ ഇങ്ങനെ ഇറങ്ങിപ്പോയി. ആ ലോക്കോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ തന്നെ കിടക്കുമായിരിക്കും. കാര്യം വൈകുന്നേരം ഇതേറെയൊക്കെ തിരിച്ചു വരുമല്ലോ. ഇപ്പോൾ വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകണമായിരിക്കും. അപ്പോൾ മിക്കവാറും ഇ ആർ എസ് ലിങ്ക് ആയതുകൊണ്ട് മിക്കവാറും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യായിരിക്കും ലോക്കോ. നമ്മൾ ബാങ്ക് ചെയ്ത ലോക്കോമോട്ടീവാണ്. അതിങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും. അത് മിക്കവാറും അപ്പുറത്തെ സൈഡിലും കൊണ്ട് ഒതുക്കാൻ വേണ്ടിയായിരിക്കും. WDG3A 14665 ആണ് ലോക്കോ. അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോക്കോ 13513 WDG3A. നമ്മൾ കൊല്ലത്ത് പുനലൂർ നല്ലോണം ബിഫോർ ടൈം എത്തി. 55 മുകളിൽ 50 ആയതേ ഉള്ളൂ. ബിഫോർ ടൈം ആണ് എന്ന് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ എന്നാൽ ശരി ഒന്ന് ലോക്കോ നോക്കിയേക്കാന്ന് വെച്ചു. ബിഫോർ ടൈം ആണെന്നല്ല അനൗൺസ്മെൻറ്റ്. അത് വണ്ടി 6:55 പുറപ്പെടും എന്ന അനൗൺസ്മെൻറ്റാണ് വന്നത്. വെച്ചാൽ എന്നാൽ ശരി ലോക്കോ ഒന്ന് കണ്ടേക്കാണ്. അപ്പോൾ ലോക്കോ കണ്ടിട്ട് ഞാനിപ്പോൾ തിരിച്ച് കിടക്കുകയാണ്. അപ്പോൾ കൊല്ലം എത്തുമ്പോൾ ലോക്കോ വീണ്ടും റിവേഴ്സായിട്ട് മറ്റേ എൻഡിലെ കൊണ്ട് കപ്ലൈ ചെയ്യും. 16362 Velankanni Ernakulam Junction Express via Kollam Junction. Kottayam is now ready for departure from platform number 1. Wish you all a very happy and comfortable journey. कृपया ध्यान दीजिए. അപ്പോൾ നമ്മൾ പുറപ്പെടാറായിന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. പുറപ്പെടാറായിട്ടില്ല. ഇനി 2 മിനിറ്റും കൂടി ഉണ്ട് പുറപ്പെടാൻ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പുറപ്പെടും. അപ്പോൾ നമ്മളങ്ങനെ കൃത്യസമയമായ 6:55 പുനലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കൃത്യസമയം ഓൺ ദ ഡോട്ട്. എനിക്ക് തോന്നുന്നു ലോക്കോ പൈലറ്റുമാർ സിഗ്നൽ കിട്ടിയിട്ട് കറക്റ്റ് 55 ആകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു. ഈ കാണുന്നത് പഴയൊരു വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു. വാട്ടർ ടാങ്ക് ആണോ സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ ഭാഗമായിരുന്നു അറിയില്ല. ആ മുകളിലത്തെ സ്ട്രക്ചർ കണ്ടിട്ടൊരു വാട്ടർ ടാങ്ക് പോലെ ഉണ്ട്. ഇവിടെ ഈ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിങ് ലൈൻ ഉണ്ട്. ഇവിടെയാണ് മുകളിലോട്ട് പോകുന്ന ട്രെയിനുകൾക്കുള്ള ബാങ്കേഴ്സ് കിടക്കുന്നത്. നമ്മളെ കൊണ്ടുവന്ന ലോക്കോ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം മല കയറി പോകേണ്ട ട്രെയിനുകളുടെ ബാങ്കേഴ്സ് ഇവിടെ കൊണ്ടുവന്നില്ല അവർ.
അപ്പോൾ അങ്ങനെ നമ്മൾ പുനലൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനി കൊല്ലത്തേക്ക് എത്താൻ ഏകദേശം ഒരു മണിക്കൂറിനടുത്തുള്ള റണ്ണുണ്ട്. നമ്മളിപ്പോൾ ആവണീശ്വരം സ്റ്റേഷനിലാണ്. ആവണീശ്വരം സ്റ്റേഷനോട് കയറുന്നെടുത്തില്ലായിരുന്നു. ഇതാണ് ആവണീശ്വരം സ്റ്റേഷൻ. ഒരു മെമു വരാനുണ്ട്, അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇതാണ് പ്ലാറ്റ്ഫോം കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ മണ്ണും കെട്ടി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി എന്താണോ നന്നാക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം 10 മിനിറ്റിന് മേലെ പോസ്റ്റ് ആക്കിയിട്ട് ഫൈനലി മെമു എത്തി. കൊല്ലം പുനലൂർ മെമു ആണ്. ഇതിന് തിരിച്ച് പുനലൂർ കൊല്ലം മെമുയുടെ തിരിച്ചും പോകും. ഈ പഴയ ടൈപ്പ് മെമുകളുടെ ഫീലൊന്ന് വേറെ തന്നെ കേട്ടോ. സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ടല്ല, പ്ലാറ്റ്ഫോമിൽ നീളം കുറവാണ്, ഏറ്റവും ഫ്രണ്ടിൽ പോയി നിർത്തുന്നതാണ്. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. ഈ പഴയ മെമുകളുടെ ഫീൽ അടിപൊളിയാണ്. പഴയ മെമുകളിലാകുമ്പോൾ നമുക്ക് ജനൽ വഴി ഇരുന്ന് റെയിൽ ഫാനിങ് ചെയ്യാം. മറ്റേ കമ്പി വേലിയൊന്നുമില്ല, നല്ല സുഖമാണ് പഴയ മെമുകൾ. സീറ്റ് അത്ര സുഖമല്ലെന്ന് മാത്രം. മീൻമേൽ ഇപ്പുറത്ത് നമ്മുടെ സിഗ്നലായി. പഴയ ട്രോളി ഷെഡാന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കൊട്ടാരക്കര സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ആൾക്കാർ കയറാറുണ്ടാവും. കാര്യം ഇത് എറണാകുളത്തേക്ക് പോകാനുള്ള നല്ലൊരു ടൈമിംഗ് വണ്ടിയാണ്. ഉച്ചയ്ക്ക് രാവിലെ 11 മണിക്ക് എറണാകുളം എത്തുകയും ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്, ജസ്റ്റ് നിർത്തിയെടുക്കുക അത്രേ ഉള്ളൂ. പച്ച സിഗ്നൽ ആയി കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡിലാണ് മെയിൻ പ്ലാറ്റ്ഫോം, സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെയുള്ള മെയിൻ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന ലൂപ്പ് ലൈനിലാണ്.
അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ കയറ്റിയത്. നമ്മൾ ലേറ്റാണ്. അങ്ങനെ കുണ്ടറയിലേക്ക് എത്തി. ഫോണിലും ക്യാമറയിലും തീരെ ചാർജില്ലായിരുന്നു. ചാർജിനകത്ത് വന്നിരുന്നു. മെയിൻ ലൈനിലോട്ട് ചേരുകയാണ്. കൊല്ലൂർ ലൈനിൽ നിന്ന് വന്ന് മെയിൻ ലൈൻ കാണുന്നത്. മെയിൻ ലൈനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യില്ല, നമ്മളതിനെ പാരലായിട്ട് ഓടുകയുള്ളൂ. ഇതാണ് മെയിൻ ലൈൻ. ഈ കാണുന്നത് മെയിൻ ലൈൻ. മെയിൻ ലൈൻ വഴി നമ്മൾ കുറച്ച് നേരം പോകാൻ പോകുന്നത്. കൊല്ലം ഹോം സിഗ്നൽ നമുക്ക് റെഡാണ്. ഇവിടെ മുതലാണ് ട്രിവാൻഡ്രം ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടാവും ട്രിവാൻഡ്രം ഡിവിഷൻ എന്ന്. അവിടെ മുതലാണ് ട്രിവാൻഡ്രം ഡിവിഷൻ. അത്രയും നേരം നമ്മൾ മധുരൈ ഡിവിഷനിലായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കൊല്ലം സ്റ്റേഷനിൽ റോഡ് നമ്പർ 6 കയറ്റാൻ തിരുവനന്തപുരം ഡിവിഷൻ സമ്മതിച്ചു. ഇവിടെയാണ് തിരുവനന്തപുരം ഡിവിഷനിൽ ലിമിറ്റ്. മെയിൻ ലൈനിൽ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൂരെ ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. വാപ്പ് 4 ആണ്. വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടില്ല, കാര്യം ഫോഗിയാണ്. റോഡ് നമ്പർ 6 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം 3 or 4 വല്ലതും ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം. അപ്പം നമ്മളിത് അങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റേ അറ്റത്തോട്ട്. ഏതാ പ്ലാറ്റ്ഫോം ഒരു പിടിയില്ല. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 മെയിൻ ലൈനിൽ ശബരി നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ശബരിയുടെ മുഖാമുഖം ചെല്ലുകയാണ്. ഇപ്പോൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേഷനിൽ തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ തൽക്കാലം പഴയ മീറ്റർ ഗേജ് സെക്ഷനാണ് ഇവിടെ. അത് പണ്ട് ഇവിടെ ടെർമിനലായിരുന്നല്ലോ. അത് ബ്രോഡ് ഗേജിലേക്ക് മാറ്റിയപ്പോൾ നല്ല നീളമുള്ള പ്ലാറ്റ്ഫോമായി അതാണ് ഈ കാണുന്നത്. അവിടെ മെമു ഷെഡിലൊരു മെമു കിടക്കുന്ന കാണാം.
പിന്നെ ഇപ്പുറത്ത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 13437 WDG3 ആണ് അതിൻ്റെ പവർ. അത് നിൽക്കുന്ന കാണാം. ഇത്ര അടുത്തെത്തിയിട്ടല്ല പോയിന്റ്സ്. ഇതാദ്യമായിട്ട് കാണുന്ന യാത്രക്കാർ ചിലപ്പോൾ ഒന്ന് ഞെട്ടും. പ്ലാറ്റ്ഫോം 3ലേക്കാണ് ഒന്ന് കയറിയത്. അതെ, 3ലേക്കാണ്. അടിപൊളി. അപ്പോൾ ആപ്പ് 222830 അരക്കോണം ആണ് ഇന്ന് ശബരിയുടെ പവർ. തിരുപ്പതി സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ്. ഇവിടെ നമ്മൾ ഭക്ഷണമെല്ലാം മേടിക്കണം. ഇനി ഇന്റർസിറ്റി എക്സ്പ്രസിങ് എത്തി. 22806 അരക്കോണാണ് ലോക്കോ. ഇന്റർസിറ്റി എക്സ്പ്രസ്സിൽ ഒരു പ്രാവശ്യം ഞാനൊരു തിരുവനന്തപുരം എറണാകുളം യാത്ര ചെയ്യാനായിരുന്നു നേരത്തെ. ഇനി ഒരു ഗുരുവായൂർ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഗുരുവായൂർ ട്രിവാൻഡ്രം. മീൻവെയിൽ ഇവിടെ നമ്മുടെ ലോക്കോ ഡിസ്കണക്ട് ചെയ്തു. ഇതുവരെ ഷണ്ട് ഔട്ട് ചെയ്തിട്ടില്ല. ഡിസ്കണക്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഷണ്ട് സിഗ്നൽ കിട്ടിയ ലോക്കോ പുറത്തോട്ട് പോകും. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ട് കണക്ട് ചെയ്യും. അപ്പോൾ ലോക്കോ ചെയ്ത് പുറത്ത് പോയി. ഇപ്പോഴത്തെ ഒരു ആഫർ വന്നു 22390. അതേതാ റേറ്റ് എന്നറിയില്ല. SEയുടെ റേറ്റാണ്. ഇനി കൊല്ലം വിശാഖപട്ടണം തുടങ്ങിയിട്ടില്ലല്ലോ. ഇതിന് ഏതെങ്കിലും ആണോ എന്നറിയാൻ മേല. നമ്മുടെ ലോക്കോ പുറത്ത് പോയി. നമ്മുടെ ലോക്കോ ജസ്റ്റ് ഷണ്ട് ചെയ്ത് മറ്റേ സൈഡിലോട്ട് പോകുന്നു. മീൻവെയിൽ ഇന്റർസിറ്റി എക്സ്പ്രസ് പുറപ്പെട്ടു പോയി. ഇനി തൊട്ട് പുറകെ വഞ്ചിനാട് വരാനുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്ന് വഞ്ചിനാട് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. റോയപുരത്തിൻ്റെ വാപ്പ് 7 ആണ് 37547. ഈ ട്രെയിനിൽ ഞാനൊരു end-to-end ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എറണാകുളം തിരുവനന്തപുരം ട്രിപ്പ് കുറച്ച് കാലം മുമ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കാണാം. നല്ല വീഡിയോ വരുന്നത്. അങ്ങനെ വഞ്ചിനാട് എക്സ്പ്രസ് എത്തി. അപ്പുറത്ത് നമ്മുടെ ലോക്കോ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. കൊടി വീശുന്ന കാണാമായിരുന്നു ലോക്കോ അറ്റാച്ച്മെൻറ്റിൻ്റെ. ഗാർഡ് കയറിയിട്ടില്ല. ഗാർഡ് അപ്പുറത്ത് പുറത്ത് നിൽക്കുന്നുള്ളൂ. ഗാർഡ് ഞാൻ കണ്ടായിരുന്നു. അവിടെ പുറത്ത് നിൽക്കുന്നത് കണ്ടായിരുന്നു. ആ വരുന്നതാണ് മധുരൈ പുനലൂർ എക്സ്പ്രസ്. മധുരൈ പുനലൂർ എക്സ്പ്രസ്സിൽ നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മധുര ടു നാഗർകോവിൽ. അതിലൊരു end-to-end ട്രിപ്പ് എന്തായാലും തീർച്ചയായും പ്ലാനുണ്ട്. ഭഗത് കി കോട്ടിയുടെ ലോക്കോണ്. ഭഗത് കി കോട്ടിയുടെ വാപ്പ് 7 37603. അങ്ങനെ പുനലൂർ എക്സ്പ്രസ് എത്തി. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. Your attention please. Train number 16320 SMBT Bangalore Kochuveli Humsafar Express will arrive shortly on platform number 1. ഇവിടെ കൊല്ലം സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഹംസഫർ എക്സ്പ്രസ് കയറി വന്നു. കാണാൻ പറ്റിയില്ല. അത് ഇതിനപ്പുറത്ത് നമ്മുടെ പുനലൂർ എക്സ്പ്രസിൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഹംസഫർ കയറി വന്നു. ഗ്യാപ്പിൽ കൂടെ വല്ല നമുക്ക് കാണാൻ പറ്റും വണ്ടി പോകുന്നത്. ഒരു വാപ്പ് 7 ആയിരുന്നു എന്നല്ലാണ്ട് ലോക്കായതൊന്നും ഒരു പിടിയില്ല. അപ്പം അങ്ങനെ വീണ്ടും ഭഗത് കി കോട്ടി ലോക്കോനെ കാണാം. ഇത് ഹൈ റേസ് പാൻറ്റോ ആണോ എന്ന് എനിക്കൊരു സംശയം. കാര്യം രാജസ്ഥാനിലെ പല സ്ഥലത്തും മറ്റേ ഹൈ റേസ് OHC ഉണ്ട്. അപ്പോൾ അതാണ് കൊച്ചുവേളി SMBT ബംഗളൂരു ഹംസഫർ. ഇപ്പോൾ SMBT ബംഗളൂരു കൊച്ചുവേളി ഹംസഫർ. അങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ നമ്മൾ വീണ്ടും ഇറങ്ങി.
ഇതാണ് കൊല്ലം സ്റ്റേഷൻ്റെ ബാക്കി യാർഡൊക്കെ കാണാം. അവിടെ ഒരു ഭാരത് ഗൗരവ് ട്രെയിൻ അപ്പുറത്തൊരു LHBയും കിടക്കുന്നുണ്ട്, ഏതാണെന്നറിയില്ല. ഇതാണ് എൻറ്റയർ കൊല്ലം യാർഡ്. ഇപ്പുറത്തോട്ട് കുറേ സ്ഥലമുണ്ട് കൊല്ലം യാർഡിന്. ഇവിടെ സുഖമായിട്ട് ഒരു പിറ്റ് ലൈൻ വരികയും കോച്ച് മെയിൻ്റനൻസ് ഫെസിലിറ്റി ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ലോഡ് കുറയ്ക്കാം നമുക്ക്. എല്ലാ ട്രെയിനും തിരുവനന്തപുരത്ത് നീട്ടേണ്ട ആവശ്യമില്ല, ഇവിടം വരെ നീട്ടിയാൽ മതിയല്ലോ. പിന്നെ അപ്പം അങ്ങനെ അങ്ങേ അറ്റത്തെ ലൈൻ വഴി വന്നിട്ട് ഇങ്ങേ അറ്റത്തെ ലൈൻ വഴി നമ്മൾ പോകണം. റൈറ്റ് ആൻഡ് മോസ്റ്റ് ലൈനാണ് മധുര ഡിവിഷൻ്റെ കീഴിലുള്ള ലൈന്. ആ കാണുന്നതാണ് അവിടെ നിന്ന് വരുന്ന വണ്ടികളുടെ ഹോം സിഗ്നൽ. അപ്പുറത്ത് മാറി മഞ്ഞ സിഗ്നൽ കാണാം. അവിടെ മുതൽ അപ്പുറത്തോട്ട് മധുര ഡിവിഷനാണ്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചാൽ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ട്രിവാൻഡ്രം ഡിവിഷനിലാണ്. നമ്മൾ ട്രിവാൻഡ്രം ഡിവിഷനിൽ നേരെ ഇനി കോട്ടയം വഴി എറണാകുളത്തേക്ക് പോകാം. പുനലൂർ ലൈൻ നേരെ പോയി നമ്മൾ നമ്മുടെ വഴിക്കും പോവാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റ് കർവ് ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. പുനലൂർ ലൈൻ അവിടെ നിന്ന് നേരെ അങ്ങ് പോയി. അതിന് കിളിക്കൊല്ലൂർ കൊട്ടാരക്കര വഴി അങ്ങ് പുനലൂർക്ക് പോകും. നമ്മളിപ്പുറത്തുനിന്ന് ശാസ്താംകോട്ട കായംകുളം വഴി പിന്നെ അവിടെ നമ്മുടെ കോട്ടയം വഴി നമ്മൾ എറണാകുളത്തേക്ക് പോകും. എന്നാൽ പിന്നെ നമുക്ക് അകത്ത് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ചധികം ക്രോസിങ്സ് ഒന്നുമില്ല. അപ്പോൾ സമാധാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമുണ്ട്. ഇവിടെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കൊല്ലത്തുനിന്ന് മേടിച്ച് ഇഡ്ഡലി ഇവിടെയാണ്. മൂന്ന് ഇഡ്ഡലിയും ഒരു വടയും. കൂടെ സാമ്പാറും ചട്നിയാണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് ഒരു സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഡോറിലേക്ക് നമ്മൾ ജസ്റ്റ് മൺട്രോ തുരുത്ത് കഴിഞ്ഞു നമ്മുടെ ശാസ്താംകോട്ടയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളങ്ങനെ ശാസ്താംകോട്ട സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. ഓപ്പോസിറ്റ് ലൈനിലൊരു മെമോ വന്നിട്ടുണ്ട്, കൊല്ലം മെമോ എന്ന് തോന്നുന്നു. കൊല്ലം ജംഗ്ഷൻ. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. നോൺ AC കോച്ചിലോട്ട് കയറാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആകെ 14 കോച്ചിൻ്റെ റേക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങേ അറ്റം വരെ പോയി നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. അതായത് ഇതൊരു പോളിസി ആയിട്ട് ഉണ്ടാക്കണം, ഷോർട്ട് റേക്കുകൾ ഫുൾ ഡിസ്റ്റൻസ് ഓടിച്ച് നിർത്തരുതെന്ന്. കാരണം ഇതിപ്പോൾ ഫ്രണ്ടിലൊക്കെ കോച്ചിൽ നമുക്ക് റിസർവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം മുഴുവൻ നടക്കണം, കുഞ്ഞ് ട്രെയിൻ ആണെങ്കിൽ. പുറത്തുനിന്ന് മെമുവും വിടുകയെന്ന് തോന്നുന്നു. മെമുവിന് അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ചയാണ്. ഗാർഡ് പുറത്ത് നിൽക്കും. നമ്മുടെ ഗാർഡിന് വിസിലടി കേട്ടു ഇപ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. അവസാനം കണ്ട 2 ഹോണും മെമുവിൻ്റെ ആയിരുന്നു. നമ്മുടെ ലോക്കോൻ്റെ ഹോൺ ഭയങ്കര സ്ലോ ആണ്. തീരെ ശബ്ദം വളരെ കുറവാണ്, സൗണ്ട് തീരെ കുറവാണ്. അവിടെ നമ്മുടെ ലോക്കോ ചേഞ്ചിൻ്റെ സമയത്ത് ലോക്കോ റിവേഴ്സൽ സമയത്ത് ഇറങ്ങിപ്പോകുന്ന പുതിയ LPയോട് പറയുന്നുണ്ടായിരുന്നു അതിൽ ഹോൺ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ ശാസ്താംകോട്ട കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളിയിലെത്തി. ഇവിടുന്ന് മാള് കയറാനുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഏറ്റവും പുറകിൽ വന്നിരിക്കുന്ന കുഞ്ഞു ട്രെയിനായിട്ട് പോലും കുറേ നേരം ഓടേണ്ടി വരുമല്ലോ. ഇവിടെ നല്ലവണ്ണം മഴ പെയ്തിട്ടുണ്ടെന്ന്
അപ്പോൾ പല സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഈ വീടുകളുടെയൊക്കെ മുന്നിൽ തന്നെ പല സ്ഥലത്തും വെള്ളം കാണാം, പറമ്പിലൊക്കെ തന്നെ വെള്ളം കാണാം. നമുക്കൊരു 121 കിലോമീറ്റർ കൂടി ഇനി പോകാനുണ്ട്. ഒരു 121 കിലോമീറ്റേഴ്സ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് എത്തും. ചെന്നൈ തിരുവനന്തപുരം മെയിലാണ് പോകുന്നത്. അത് ട്രാക്ക് റീപ്ലേസ്മെൻറ്റുള്ള മെഷീൻസ് ഓടിപ്പോകുന്നുണ്ടോ? അവരാണ് ഇതെടുക്കുന്നത്. പോയിട്ടതാ അവരാണ് ട്രാക്ക് എടുത്ത് അവരാണ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. ആ മെഷീനുകൾക്ക് ഓടാൻ വേണ്ടി സൈഡിൽ പുതിയതായിട്ട് റെയിൽ സ്ഥാപിക്കും. ആ റെയിൽ വഴിയാണ് എന്നിട്ട് ഇത് ഓടിക്കുക വരും. ഇല്ല, ട്രാക്ക് ലേയിങ് മെഷീന് ഒരു ട്രാക്കും അതിൻ്റെ അടിയിൽ സ്ലീപ്പേഴ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ടോ? അതെങ്ങനെ എടുത്തുകൊണ്ടൊന്ന് നേരെ ഈ വാഗണിലോട്ട് കയറ്റി വയ്ക്കും. വാഗണിലോട്ട് കയറ്റി വെച്ചിട്ട് ആ വാഗൺ ഓടിച്ച് സൈറ്റിൽ പോകും. എവിടെയാണ് പണിയെടുക്കുന്നത് ആ സൈറ്റിൽ പോകും. കൊണ്ടുവന്നുണ്ടത് അതവിടെ കൊണ്ടുപോയിട്ട് ആ വാഗണിലോട്ട് അങ്ങ് വെക്കും. ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനിലെ കംപ്ലീറ്റ് ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ടായി. അതിൻ്റെയാണ് ഈ കാണുന്നത്. ഈ ട്രാക്കും ഇതും കൂടി ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവർ സ്ലീപ്പേഴ്സ് മാറ്റാണ്. കാരണം സ്ലീപ്പറും ട്രാക്കും എല്ലാം മാറ്റാണ്. ഇത് പുതിയ ഡിസൈൻ സ്ലീപ്പറാണ്. അപ്പോൾ അതിനുവേണ്ടി പോണതാണ്. ഇവിടെ കണ്ടോ, ഈ വാഗണിലോട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ച് വരും. ഇറക്കി വെച്ചിട്ട് ഇനി ഇവൻ വീണ്ടും തിരിച്ചു പോയി അടുത്ത സെറ്റ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയം ലൈനിലേക്ക് കയറി. ആലപ്പുഴയിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ കിടക്കുന്ന രണ്ടും OHC ഇൻസ്പെക്ഷൻ കാറുകളാണ്. ഇതൊരു പുതിയ ഡിസൈനാണ്, അതൊരിത്തിരി പഴയ ഡിസൈൻ. ഈ പുറകിലുള്ള കുഞ്ഞിന് 60 kmph സ്പീഡ്, മുന്നിലുള്ളവന് 100 kmph ഓടാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്ന എല്ലാം പഴയ സ്ലീപ്പേഴ്സാണ്, ഡീകമ്മീഷൻ ചെയ്ത സ്ലീപ്പേഴ്സാണ്. അതിന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. മാവേലിക്കര സ്റ്റേഷൻ നമ്മളങ്ങനെ മാവേലിക്കര സ്റ്റേഷനിലെത്തി. ഓപ്പോസിറ്റ് സൈഡിൽ ഐലൻഡ് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. കന്യാകുമാരിയിലേക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്, ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിനിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോൾട്ടിംഗ് പാറ്റേൺ ആണ്. ഈ വണ്ടിക്ക് ഈ റൂട്ടിൽ കയറി തന്നെ ബിഗ് 4 4 നിർത്തും. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, അത് കഴിഞ്ഞാൽ കോട്ടയം കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്. പിന്നെ എറണാകുളം വരെ ഒരു സ്റ്റോപ്പിലാണ് പോകും.
പിന്നെ അപ്പുറത്തെ ലൈനിൽ ഐലൻഡ് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. കൃഷ്ണരാജപുരത്തിന് 37388. ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ ഒരു പ്രാവശ്യം ഒരു പാലക്കാട് കൊല്ലം ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ, നല്ലൊരു വീഡിയോ ആയിരുന്നു. ഐലൻഡിൽ നിന്ന് കമ്പാരിറ്റീവ്ലി തിരക്കുറവാണ്, കാര്യം ബാംഗ്ലൂരിലെ അവധികളൊക്കെ കഴിയാറായല്ലോ. അപ്പം നമ്മളങ്ങനെ പുറപ്പെട്ടു. ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ ഒരു എൻഡ് ടു എൻഡ് ട്രിപ്പ് അടിപൊളിയായിരിക്കും അല്ലേ? കന്യാകുമാരി മുതൽ അങ്ങ് വരെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പുറയിലത്തെ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ നല്ല തിരക്കുണ്ട്. ഫ്രണ്ടിലത്തേക്ക് അത്യാവശ്യം ഫ്രീ ആയിരുന്നു. അല്ല, ഇത് വലിയ തിരക്കില്ല. അപ്പം അങ്ങനെ നമ്മളെ ചെങ്ങന്നൂർ ജംഗ്ഷനിലേക്ക് തിരിക്കണം. ജംഗ്ഷൻ ആയിട്ടില്ല, ജംഗ്ഷൻ ആകും. ചെങ്ങന്നൂരിൽ നിന്ന് പുതിയ പമ്പ റെയിൽവേ ലൈനും കൂടെ വരുമ്പോൾ ചെങ്ങന്നൂർ സ്റ്റേഷൻ ഒരു ജംഗ്ഷനായിട്ട് ഉയർത്തപ്പെടും. ചെങ്ങന്നൂരിലേക്ക് എത്തി. ചെങ്ങന്നൂർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂർ പമ്പയിലേക്കുള്ള ഒരു ബേസ് സ്റ്റേഷനാണ്. ശബരിമലക്കാലം ആവാറായി. ഇപ്പോൾ അതിൻ്റെ ആ പ്രിപ്പറേഷനൊക്കെ കാണുന്നില്ല. ഇപ്പോൾ നട തുറന്ന് തിരക്കാവാറായി. അപ്പോൾ അതിന് മുമ്പുള്ള പെയിൻ്റ് അടിയും പ്രിപ്പറേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കാര്യം ഇനിയിപ്പോൾ അടുത്തൊരു 41 ദിവസം മണ്ഡലകാലവും പിന്നെ അങ്ങോട്ട് മകരവിളക്ക് ഒരു 2 മാസത്തോളം 3 മാസത്തോളം നല്ല തിരക്കായിരിക്കും ഈ സ്റ്റേഷനിൽ. കാര്യം പിൽഗ്രിംസ് വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റാർട്ടറായി. കൊടി കാണാം. ശബരിമല പിൽഗ്രിംസിനുള്ള അസിസ്റ്റൻസ് ബൂത്തൊക്കെ വന്നു കഴിഞ്ഞു. ഇവിടെ ഒരു AC വെയിറ്റിംഗ് ഹാൾ വന്നിട്ടുണ്ട്. 30 രൂപ പെയ്ഡ് വെയിറ്റിംഗ് ഹാള്. അങ്ങനെ ചെങ്ങന്നൂർ സ്റ്റേഷനിലെ ഫെസിലിറ്റീസൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പരിമല പള്ളിയിലേക്ക് മാലയും പൂച്ചണ്ടൊക്കെ കിടക്കുന്നു. ഇന്ന് ചെങ്ങന്നൂർ വന്ദേ ഭാരതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായിരുന്നു. അതിന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അല്ലേ? അതിന് സ്വീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ മാലയും പൂവൊക്കെ കാണുന്നത്. ഇപ്പം അങ്ങനെ നമ്മളെ ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമുക്ക് 2 സ്റ്റോപ്പും കൂടെ ഉണ്ട്. 3 സ്റ്റോപ്പും കൂടെ ഉണ്ട് നമുക്ക്. തിരുവല്ല, ചങ്ങനാശ്ശേരി, പിന്നെ
കോട്ടയം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എറണാകുളത്തേക്ക്. തിരുവല്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ പ്ലാറ്റ്ഫോമിൽ സ്പിക്ക് കിടക്കുന്നത്. അപ്പുറത്ത് സ്പിക്ക് കിടക്കുന്നുണ്ട്, അതായത് സെൽഫ് പ്രൊപ്പൽഡ് ഇൻസ്പെക്ഷൻ കാറ്. തിരുവനന്തപുരം DRM എന്നീ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ശുഷ്കാന്തിയാണ് ഇവിടെ എല്ലാവരിലും കാണുന്നത്. നമ്മളങ്ങനെ തിരുവല്ലയെത്തി. അപ്പം നമ്മളങ്ങനെ തിരുവല്ലയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അപ്പുറത്തെ ലൈനിൽ ഗുരുവായൂർ മധുര വരാനുണ്ട് അപ്പുറത്തെ ലൈനിൽ. അപ്പോഴേക്കും നമ്മുടെ DRM SM ശർമ്മ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പോകുമായിരിക്കും, അല്ലെങ്കിൽ ആ സ്പിക്ക് മാറ്റിയിടുമായിരിക്കും. ഇവിടെ ഷെൽട്ടറിന് വർക്ക് നടക്കുന്നത്, പ്ലാറ്റ്ഫോം ഷെൽട്ടർ എലോങ്ങേഷന് വർക്ക് നടക്കുന്നുണ്ട്. ആ കാണുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് വെരി ഷുവർ. നമ്മളിപ്പോൾ അങ്ങനെ തിരുവല്ല വിട്ട് ചങ്ങനാശ്ശേരിയുടെ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു. എല്ലാ സ്റ്റേഷനിലും, കേരളത്തിൽ കയറി കഴിഞ്ഞാൽ കണ്ടുള്ള എല്ലാ സ്റ്റേഷനിലും എന്തെങ്കിലുമൊക്കെ വർക്ക് നടക്കുന്നു. ഫുട്ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഷെൽട്ടർ. ഇതിപ്പോൾ ഫുട്ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി എത്തി. ഇനി അടുത്ത സ്റ്റോപ്പ് കോട്ടയത്താണ്.
ചങ്ങനാശ്ശേരിയിൽ ഒരുവിധം വണ്ടി കാലിയാവും. നമ്മുടെ കോച്ചൊക്കെ ഏകദേശം കാലിയാവും. ഒരുപാട് പേര് ഇറങ്ങി ഇവിടെ. ചങ്ങനാശ്ശേരിയുടെ മെയിൻ പ്ലാറ്റ്ഫോം ഇപ്പോഴത്തെ സൈഡിലാണ്. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം. ഇവിടെയാണ് എൻട്രൻസ് ബിൽഡിംഗ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയിൽ എന്തൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് മെയിൻ പ്ലാറ്റ്ഫോം. പക്ഷേ മെയിൻ ലൈനിലാണ് എല്ലാ ട്രെയിനും നിർത്തുന്നത്. നമ്മൾ ചങ്ങനാശ്ശേരി നനങ്ങി തുടങ്ങി. ലോക്കോ ഹോണിന് തീരെ ശബ്ദമില്ല, അടിക്കുന്നത് കേൾക്കാനേ പറ്റുന്നില്ല. കൊച്ചുവേളിയിലേക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ്. ഇതൊക്കെ ഡബിളിങ്ങിന് വേണ്ടി പണിത വയഡക്റ്റാണ്. ഈ വയഡക്റ്റുകളൊക്കെ തന്നെ മറ്റേ താഴെ ചതുപ്പ് നിലമാണ്. അപ്പോൾ ചതുപ്പ് നിലം ആയതുകൊണ്ടാണ് വയഡക്റ്റ് പണിത് അവരതിന് മുകളിൽ കൂടെ കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ പാടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വയഡക്റ്റ് പണിത്. ആ വയഡക്റ്റിൽ 2 പാലത്തിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ കോട്ടയത്ത് കിട്ടുകയാണ്. പഴയ ടണലുകൾ കാണാം.
ഇത് ടണൽ നമ്പർ 2. പാറയ്ക്ക് എന്ത് വൃത്തിയായിട്ട് വെട്ടിയിരിക്കുന്നതല്ല. പഴയ ടണൽ നമ്പർ 2-ൻ്റെ പോർട്ടലാണ് കാണുന്നത്. അതിനകത്ത് ലൈനൊക്കെ എടുത്തു കളഞ്ഞു. അതിനകത്ത് ഇപ്പോൾ ലൈനൊന്നുമില്ല. അതിൽ കൂടെ റെയിൽവേ ലൈനൊന്നും പോകുന്നില്ല. റെയിൽവേ ലൈനും എല്ലാം റിമൂവ് ചെയ്താൽ അവിടെ നിന്ന്. ഇപ്പോൾ ലൈൻ ഇവിടെ ഉണ്ടായിരുന്നൊരു പാലം ഒരു പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ലൈൻ്റെ ഇവിടം വരെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ലൈൻ ഡെഡ് എൻഡ് കാണാം നിങ്ങൾക്ക്. അവിടെ വരെ വെച്ച് ലൈൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ടണൽ നമ്പർ 1. അപ്പോൾ ഈ ലൈൻ ശരിക്കും എറണാകുളം തിരുവനന്തപുരം ലൈനാണ്. അപ്പോൾ എറണാകുളമാണ് ഇതിൻ്റെ 1 കിലോമീറ്റർ 1. അതുകൊണ്ടാണ് ഇത് ടണൽ 1 ടണൽ 2 പോയത്. അപ്പോൾ ടണൽ 1-നകത്തുകൂടി ഇപ്പോഴും ലൈനുണ്ട്. അത് ഷണ്ടിങ്ങിന് വേണ്ടി ബാക്കി വെച്ചിരിക്കുന്നതാണത്. ഉപയോഗിക്കാറുണ്ടോ അറിയില്ല. കോട്ടയത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 വീണ്ടും തുറന്നു. നമ്മൾ കഴിഞ്ഞ 2 ട്രിപ്പുകളിലും പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് നമ്മൾ വന്നത്. 1 അടഞ്ഞടക്കുമായിരുന്നു. ഇപ്പോൾ 1 തുറന്നു. നമ്മൾ 1-ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതുവഴിയൊക്കെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ട്രെയിൻ പോകുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഇതാണ് ഫുൾ യാർഡ്. 5 പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ 1-ൽ കയറുന്നു. ഇവിടെ 2, 3, അതിനപ്പുറത്ത് 3, അതിന് നമ്പർ 4, 5. അതിൽ പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ കിടക്കുന്നത് ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ റേക്കാണ്. കാരേക്കാൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ റേക്ക്. അതിങ്ങോട്ട് ഒരു പാസഞ്ചറായിട്ട് വരും. അത് കഴിഞ്ഞാൽ കോട്ടയം പാസഞ്ചറായിട്ട് ആ റേക്കാണ് അവിടെ കിടക്കുന്നത്. ആ വണ്ടി ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് നാഗപട്ടണത്തു നിന്ന് വിട്ടത്. 5 മണിക്ക് നാഗപട്ടണത്തു നിന്ന് വിട്ടിട്ട് അതിവിടെ ഓൾറെഡി വന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി 7 മണിക്കാണ് നാഗപട്ടണത്തു നിന്ന് വിട്ടത്. നമ്മളിപ്പോൾ കോട്ടയം എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കോട്ടയം സ്റ്റേഷനിലെത്തി. സമയം 10:41. നമ്മൾ കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇനി നമുക്കൊരു നോൺ സ്റ്റോപ്പ് റണ്ണാണ്. നമ്മൾ അടിച്ച് പിടിച്ച് നേരെ നമ്മൾ പോയിട്ട് എറണാകുളത്ത് നമുക്ക് സ്റ്റോപ്പുള്ളൂ. ഇപ്പോൾ കാപ്പി വല്ലതുണ്ടെങ്കിൽ ഒരു കാപ്പി പിടിച്ചോളെന്ന് ആലോചിക്കുകയായിരുന്നു. ഫ്ലാഗായി നമ്മൾ പുറപ്പെടുകയായി. ഹോണായി. ട്രാക്ക് മെയിൻ്റനൻസ് വെഹിക്കിളുണ്ട്. ഒരു ക്രെയിനും മറ്റും ഉണ്ട് ഇവിടെ. ഈ തൊട്ടപ്പുറത്തുള്ളത് ബേ ലൈൻ ഉണ്ടല്ലോ. ഈ ബേ ലൈനിലും കോച്ച് നമ്പർ കൊടുക്കണം. അപ്പോൾ അതൊരു മെമൂനൊക്കെ ഒരു ടെർമിനസ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാം. അങ്ങനെ കോട്ടയത്തു നിന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡ്. കോട്ടയത്തെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പം അങ്ങനെ കോട്ടയം കഴിഞ്ഞു. അവിടെ ഒരു G9 ഉണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നെങ്കിൽ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അത് മറ്റേ കാരേക്കാൽ എക്സ്പ്രസിൻ്റെ ആയിരുന്നു G9. അപ്പോൾ ആ കാണുന്നതാണ് കോട്ടയം സ്റ്റേഷൻ. നമ്മൾ കോട്ടയത്തു നിന്ന് പുറത്തിറങ്ങി. ഇനി നമുക്കിനി സ്റ്റോപ്പൊന്നുമില്ല. നമ്മളിനി നേരെ എറണാകുളത്ത് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഈ വളവിനെയൊക്കെയാണ് നമ്മൾ ബ്ലാസ്ഫമി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഈ വളവൊക്കെ സുഖമായിട്ട് ഡബ്ലിൻ 7 നിവർത്തിയെടുക്കാൻ പറ്റുന്നതായിരുന്നു. നിവർത്തിയില്ല, പകരം അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തു.
വൈക്കം റോഡ് സ്റ്റേഷനിലാണ് ഒരു പഴയ കോച്ചുകളുടെ സെറ്റ്. റേക്കെന്ന് വിളിക്കാൻ പറ്റില്ല, കാര്യം റാൻഡം കോച്ചുകളാണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇവിടെ. വെറുവാം റോഡിലൊരു ഫ്ലൈറ്റിന് ഓവർടേക്ക് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മൂവാറ്റുപുഴയാറ്. അപ്പം അങ്ങനെ കുറച്ച് നേരം അകത്ത് റെസ്റ്റ് എടുത്തു. ഫോണും ഇതൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആക്കി തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ തൃപ്പൂണിത്തുറ എത്താറായി. നമുക്കൊരു 10 കിലോമീറ്റർ ഓടിയാൽ നമ്മളിപ്പോൾ എറണാകുളത്തെത്തും. 10 കിലോമീറ്റർ ഓടിയാൽ എറണാകുളത്തെത്തും. നമുക്ക് പക്ഷേ 10 കിലോമീറ്റർ ഓടാൻ 11 മിനിറ്റേ ഉള്ളൂ. 11 മിനിറ്റ് കൊണ്ട് ഓടി എത്തിയാൽ നമ്മൾ കറക്റ്റ് ടൈമിലെത്തും. അപ്പോൾ ആ കാണുന്നതാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷൻ. അവിടെ നമുക്ക് സ്റ്റോപ്പില്ല. ഒരു വാക്സവൻ കുറച്ച് കാലി കോച്ചുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. AC ഇല്ല, സ്ലീപ്പറും സെക്കൻഡ് ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു കോച്ചിലൊരു തമിഴ് ബോർഡും ഉണ്ടായിരുന്നു. ഏതാ വണ്ടിന്ന് അറിയില്ല, ഏതൊരു വണ്ടിയുടെ റേക്ക് ആയിരുന്നത്. നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ കഴിഞ്ഞു. ഇവിടുന്ന് ഇരുമ്പലം ലൈൻ നേരെ ഇരുമ്പലത്തേക്ക് പോയി. അങ്ങേയറ്റത്ത് ദൂരെ മാറി ഇരുമ്പലത്തുനിന്ന് മാർഷലിങ്ങിനോട് വന്നുള്ള ലൈനുകളും കാണാൻ പറ്റും. അതായത് ഇരുമ്പലം സൈഡിൽ നിന്ന് വരുന്ന ലൈന്, ഈ ലൈന് മാർഷലിംഗ് യാർഡിലേക്കാണ് പോകുന്നത്, എറണാകുളം മാർഷലിംഗ് യാർഡിലേക്ക്. കണിയാമ്പുഴ നദിയാണ് നമ്മൾ കടക്കാൻ വന്നത്. കണിയാമ്പുഴ ആറ്. ഇതിൽ കൂടെ ബാർജുകൾ, കൊച്ചി മെട്രോ, ബോട്ടൊക്കെ ഉണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും ബാർജോ, കൊച്ചി മെട്രോ, ബോട്ടോ ഒന്നും പോകുന്നു കണ്ടിട്ടില്ല. ഇതുവഴി സർവീസുള്ള, റെഗുലർ സർവീസ് ഉള്ളതാണ് ഇതുവഴി. നാഷണൽ വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചാനലാണത്. ഇതാണ് എറണാകുളത്തെ കോച്ചിങ് ഡിപ്പോ, ERMCD. കുറെ പുതിയ ബോഗികൾ വന്നിട്ടുണ്ടല്ലോ. അതാണ് പിറ്റ് ലൈനുകൾ. ഇതിൽ പിറ്റ് ലൈൻ ഇലക്ട്രിഫിക്കേഷൻ ഇപ്പോൾ ടെൻഡർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിറ്റ് ലൈൻ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞാൽ എറണാകുളത്തിനും കിട്ടും ഒരു വന്ദേ ഭാരത്. ആ കിടക്കുന്ന മംഗള എക്സ്പ്രസിന്റെ റേക്ക് ആയിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് പോകേണ്ട റേക്ക്. ഉച്ചയ്ക്ക് പോകേണ്ട റേക്ക് ആയിരിക്കില്ല, സോറി, ഇത് ഇന്ന് രാവിലെ വന്ന റേക്ക് ആയിരിക്കും. ഉച്ചയ്ക്ക് പോകേണ്ട റേക്ക് ഓൾറെഡി പണി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഈ റേക്ക് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റേക്ക് ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ഇന്ന് മെയിൻ്റനൻസിന് വരില്ല. ഇന്ന് ഇപ്പോൾ ഈ റേക്ക് വീണ്ടും ഒന്നും കൂടി വേളാങ്കണ്ണി പോയിട്ട് നാളെ വേളാങ്കണ്ണി, മറ്റന്നാൾ വീണ്ടും തിരിച്ച് എറണാകുളത്ത് എത്തുമ്പോഴാണ് ഇത് മെയിൻ്റനൻസിന് വരിക. ഇനി ഇവിടെ 3 പിറ്റ് ലൈൻ ഉണ്ട്, കാണാം 3 പിറ്റ് ലൈൻ ഇവിടെ. നമ്മളിപ്പോൾ സ്ലോ ഡൗൺ ചെയ്ത് നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷനിലേക്കുള്ള ലൈനുകളിലേക്ക് കയറാൻ പോവാണ്. ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നത് ഈ അകത്തുനിന്ന് വരുന്ന ലൈന് എറണാകുളം മാർഷലിംഗ് യാർഡിൽ നിന്ന് വരുന്ന ലൈനാണ്. അവിടെ വാഗൺ മെയിൻ്റനൻസ് ഫെസിലിറ്റിയും മറ്റും ഉണ്ട്. അവിടെ നിന്ന് വരുന്ന ലൈനാണത്.
നമ്മൾ ക്യാബിൻ പാസ് ചെയ്യുന്നതോടുകൂടി, എറണാകുളം വെസ്റ്റ് ക്യാബിൻ പാസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇതിലോട്ട് പോകും, എറണാകുളം സ്റ്റേഷനിലോട്ട്, ജംഗ്ഷനിലോട്ട് തിരിയും. വെസ്റ്റ് അല്ല, സോറി, ഈസ്റ്റ് ക്യാബിനാണ്. ഇവിടെ ഈ കാണുന്ന ലൈനുള്ള അങ്ങ് വലത്തെ അറ്റത്തുള്ള ലൈനും ഇന്ന് അടുക്കുള്ള ലൈൻ, ഇതെല്ലാം തന്നെ ഷണ്ടിങ് ലൈനുകളാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ പാലത്തിനോട് ചേർന്ന് കാട് പിടിച്ച് കിടക്കുന്നതാണ് എറണാകുളം ക്യാബിന്. ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ക്യാബിൻ. ഇപ്പോൾ ക്യാബിനോടൊന്നും ഇപ്പോൾ ഫങ്ഷനിങ് അല്ല, കാര്യം ഇപ്പോൾ ഫുള്ള് RRA റൂട്ടിലെ ഇൻ്റർലോക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് ക്യാബിനുള്ളതൊന്നും ആവശ്യമില്ല. അല്ല, വെസ്റ്റ് ക്യാബിൻ തന്നെ ഇരിക്കുന്നത്. വെസ്റ്റാണ്, ഈസ്റ്റ് അല്ലേ? ആ, നമ്മൾ സൗത്തിലേക്കുള്ള ലൈനിൽ കയറി കഴിഞ്ഞു. ഈ വലതുവശത്തുള്ള രണ്ടെണ്ണമാണ് നോർത്തിലേക്ക് പോകുന്ന ലൈനുകൾ. ഈ ലൈനുകൾ നേരെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് പോകും. അപ്പം നമുക്ക് എറണാകുളം സ്റ്റേഷനിലോട്ട് കയറാൻ ഇതൊരു അനുവാദമായിട്ടില്ല. നമ്മൾ ടേണിങ്ങിൽ നിർത്തി. ഈ റൈറ്റിലോട്ട് പോകുന്നതാണ് ടൗണിലേക്ക്, എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനുകൾ. അത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനുകൾ ഇതാണ്. നമ്മൾ കഴിഞ്ഞ പാലരുവി എക്സ്പ്രസിൻ്റെ വീഡിയോയിലെ ലൈൻ വഴി പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചായിരുന്നു. നമ്മളത് കൊടും വളവിൽ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് സിഗ്നലായി. ഈ എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് ഷണ്ടിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന ലൈനാണ്. നമ്മൾ പോകുന്നതാണ് ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്, റണ്ണിങ് ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്. എക്സ്ട്രീം ലെഫ്റ്റിൽ ഷണ്ടിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കാറ് വരും. റെയിൽവേ ലൈനുകളിടയ്ക്ക്, ട്രയാങ്കിളിനിടയ്ക്ക് ഒരു കൊടും ഫോറസ്റ്റ് ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ റെയിൽവേ കീ നിലമൊക്കെ ഉപയോഗിക്കാം. ലോ കാണുന്ന KSRTC സ്റ്റാൻഡ്, ആ കാണുന്നതാണ് എറണാകുളം KSRTC സ്റ്റാൻഡ്. ഇപ്പുറത്തുനിന്ന് വരുന്നതാണ് മെയിൻ ലൈനുകൾ. ആ കാണുന്നതാണ് മെയിൻ ലൈന്, അതായത് ഷൊർണൂരിൽ നിന്ന് വരുന്ന ലൈനും. KSRTC സ്റ്റാൻഡ് ഒന്നും കൂടി കാണാം, ഷൊർണൂർ ലൈനും കാണാം. ഷൊർണൂരിൽ നിന്ന് വരുന്ന ലൈനും. വന്ദേ ഭാരത് ഇപ്പം എക്സ്പെക്റ്റഡ് ആണ്. ഇനി പോയോന്നറിയില്ല, വന്ദേ ഭാരത് വന്നോന്നറിയില്ല. അതുപോലെ കണ്ണൂർ ആലപ്പുഴയും വന്നിട്ടുണ്ടാവണം. KSRTCയുടെ ഗ്യാരേജാണ് ഈ കാണുന്നത്. ഇപ്പോഴത്താണ് KSRTCയുടെ യാർഡുള്ളത്. ഈ യാർഡിൽ ആണ് പുതിയൊരു ബസ് സ്റ്റാൻഡ് വരാൻ പോകുന്നത്. വൈറ്റ്ല ഹബ്ബിന് ഈ യാർഡ് കൈമാറാണ്. ഈ യാർഡ് കരിക്കാമ്പലത്തെ യാർഡ് വൈറ്റ്ല ഹബ്ബിന് കൈമാറിയിട്ട് ഇവിടെ ഒരു പുതിയ സിറ്റി ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. എറണാകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ആയിരിക്കും അത്. പിന്നെ ആ കിടക്കുന്ന വെള്ള ബസ്സുകൾ കണ്ടിട്ട് ഇത് കർണാടകയുടെ ഡിപ്പോണ് തിരിച്ച് വിചാരിക്കരുത്. ഇത് കർണാടക പൂജാവധികൾ പ്രമാണിച്ച് അയച്ച സ്പെഷ്യൽ ബസ്സുകൾ മാത്രമാണ്. ജസ്റ്റ് ഒരു 9 ബസ് ഉണ്ട്, അത്രേ ഉള്ളൂ. 9 സ്പെഷ്യൽ ബസ് അയച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് 3 ബെൻസ്, 4 ബെൻസും ബാക്കി വോൾവോവും, 5 വോൾവോവും. പുറകോട്ട് നമ്മുടെ സ്വിഫ്റ്റും ഡീലക്സും ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. അറ്റത്തുള്ള ഏതോ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. ഈ റേക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ടേൺ അറൗണ്ടാണ്. റേക്ക് ഇവിടെ കുറച്ച് നേരം എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു പോകും. എറണാകുളം ജംഗ്ഷൻ്റെ ഈ അറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു എറണാകുളം ജംഗ്ഷൻ. ബോണ്ടമുണ്ടാണത്. വഡോദര ഷെഡിൻ്റെ വാപ്പ് 737131 ചണ്ഡീഗഡ് മഡ്ഗാവ് എറണാകുളം. ഇത് എറണാകുളം ഗോവ എക്സ്പ്രസ്, എറണാകുളം മഡ്ഗാവ് എക്സ്പ്രസ്. അപ്പം അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്.
അപ്പം നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിലെത്തി. ഈ പുറത്തോട്ട് ഇറങ്ങാം. പ്ലാറ്റ്ഫോമിന് നല്ല ഹൈറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് പണിയാണ്. നല്ല ഹൈറ്റ് വ്യത്യാസമുണ്ട് പ്ലാറ്റ്ഫോമിന്. ഇതിനെപ്പറ്റി പണ്ട് നമ്മൾ റെയിൽവേയിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ദേ ഭാരത് വന്നു. വേളാങ്കണ്ണിയിൽ നിന്ന് ഇവിടം വരെയുള്ള നമ്മുടെ യാത്ര അവസാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എറണാകുളം സ്റ്റേഷനിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് എവിടെയാണ് പുതിയ എക്സിറ്റ്. ഇപ്പോൾ പ്രീപെയ്ഡ് ഓട്ടോ വിളിച്ച് പോവുകയാണ് ബോട്ട്കെട്ടിയിലേക്ക്. അവിടെ നിന്നാണ് എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള ബസ് കിട്ടുക. അപ്പോൾ ഈ യാത്ര നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എറണാകുളം സൗത്ത് സ്റ്റേഷൻ്റെ ഫ്രണ്ട് മൊത്തം പൊളിച്ച് പുതുക്കി പണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജെട്ടി ബസ് സ്റ്റാൻഡിലെത്തി. ഇതോടുകൂടി ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുക കേട്ടോ. കാര്യം ഈ കിടക്കുന്ന ഗുരുവായൂർ ബസ്സിൽ കയറി എനിക്ക് വീട്ടിൽ പോകുന്നതോടുകൂടി എൻ്റെ യാത്ര അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം, സജഷൻസ് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.